എല്ലാ കൂട്ടുകാർക്കും ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നതാണ്. ആദ്യമായി നമുക്ക് ഡു എന്ന ചോദ്യം നോക്കാം. ഡു എന്ന ചോദ്യം എപ്പോഴാണ് ഉപയോഗിക്കുക? നീ എന്നും പോവാറുണ്ടോ? നീ എല്ലാ ദിവസവും പഠിക്കാറുണ്ടോ? നീ എന്നും കാണാറുണ്ടോ? നീ എന്നും എത്താറുണ്ടോ? എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഡു എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുക. ഡു ചെയ്യാറുണ്ടോ, ആവാറുണ്ടോ? നമുക്ക് സിമ്പിളായി പഠിക്കുകയാണെങ്കിൽ എവരിഡേ ഡു, ഡെയിലി ഡു, എല്ലാ ദിവസവും ആവാറുണ്ടോ? ഡെയിലി ഡു യു വേക്കപ്പ്, നീ എന്നും എണീക്കാറുണ്ടോ? വെർബ് 1 ആണ്, പ്രസൻറ്റ് മാത്രം ഉപയോഗിക്കാൻ പാടില്ല, ing ഒന്നും ചേർക്കാൻ പാടില്ല. ഡു യു ഗോ എവരി ഡേ, നീ എന്നും പോവാറുണ്ടോ? ഡു യു മീറ്റ് എവരി ഡേ, നീ എന്നും കണ്ടുമുട്ടാറുണ്ടോ? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്, നീ എന്നും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഡു യു ബാത്സ് എവരി ഡേ, നീ എന്നും കുളിക്കാറുണ്ടോ? ഡു യു റീഡ് ബുക്സ്, നീ എന്നും പുസ്തകം വായിക്കാറുണ്ടോ? ഡു യു ഡ്രിങ്ക് ജ്യൂസ്, നീ ജ്യൂസ് കുടിക്കാറുണ്ടോ? ഡു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, നീ എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ? എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യത്തിനാണ് ഇത് പറയുക ഡു എന്ന ചോദ്യം ഉപയോഗിക്കുക. ഇനിയോ നീ എവിടേക്കാ പോവല്? വേർ ഡു യു ഗോ, നീ എങ്ങോട്ടാണ് എന്നും പോവാറുള്ളത്? നീ എവിടെയാണ് ഉറങ്ങാറുള്ളത്? വേർ ഡു യു സ്ലീപ്പ്? നീ എവിടെയാണ് പഠിക്കാറുള്ളത്? വേർ ഡു യു സ്റ്റഡി? നീ എവിടെയാണ് ബസ് കാത്തു നിൽക്കാറുള്ളത്? വേർ ഡു യു വെയിറ്റ് ഫോർ ദ ബസ്? ഇങ്ങനെ നമ്മൾ വേർ എന്നുള്ള ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് നമ്മൾ സ്പോക്കണിലേക്ക് എത്തും. ഇനി അവിടെ ചോദിക്കാണ് എപ്പോഴാണ് എന്നും വരാറുള്ളത്? എപ്പോൾ എന്നുള്ള എന്താ പറയുക? വെൻ അല്ലേ? വെൻ ഡു യു കം, നീ എപ്പോഴാണ് വരാറുള്ളത്? വെൻ ഡു യു മീറ്റ് ഫ്രണ്ട്സ്, നീ എപ്പോഴാണ് ഫ്രണ്ട്സിനെയൊക്കെ കാണാറുള്ളത്? നീ എപ്പോഴാണ് സംസാരിക്കാറുള്ളത്? വെൻ ടു യു ടോക്ക്, നീ എപ്പോഴാണ് ടോക്ക് ചെയ്യാറുള്ളത്? എപ്പോഴാണ് നീ ഭക്ഷണം കഴിക്കാറുള്ളത്? വെൻ ടു യു ഈറ്റ് ഫുഡ്? നീ എപ്പോഴാണ് ചാറ്റ് ചെയ്യാറുള്ളത്? വെൻ ടു യു ചാറ്റ്? നീ എപ്പോഴാണ് മൂവീസൊക്കെ കാണുക? വെൻ ടു യു വാച്ച് മൂവീസ്? വെൻ. ഇനിയോ എന്തിനാണ്? എന്തിനാണ് നീ രാവിലെ എണീക്കാറുള്ളത്? വൈ, വാട്ട് ഫോർ? വാട്ട് ഫോർ ഡു യു കം, നീ എന്തിനാണ് വരാറുള്ളത്? വാട്ട് ഫോർ ഡു യു കോൾ എവറി ഡേ, എന്തിനാ എന്നും ഇങ്ങനെ വിളിക്കണത്? വാട്ട് ഫോർ ഡു യു ബ്ലെയിം, എന്തിനങ്ങനെ എന്നും ചീത്ത പറയുന്നത്? വാട്ട് ഫോർ ഡു യു വോക്ക് എവറി ഡേ ഇൻ ദ മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെ എന്തിനാണ് നിങ്ങളിങ്ങനെ നടക്കുന്നത്? ഇനി വാട്ട് ഫോർ എന്നതിന് പകരം ഫോർ അവസാനം കൊടുക്കാം. വാട്ട് ഡു യു സ്റ്റഡി ഫോർ, നീ എന്തിനു വേണ്ടി പഠിക്കുന്നു? വാട്ട് ഡു യു സെർച്ച് ഫോർ, നീ എന്തിനു വേണ്ടി അന്വേഷിക്കുന്നു? വാട്ട് ഡു യു അപ്ലൈ ഫോർ, നീ എന്തിനു വേണ്ടി അപ്ലൈ ചെയ്യുന്നു? അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇനി നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ഡു യു വെച്ചിട്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കണം. എങ്ങനെ വരിക? ഹൗ ഡു യു കം, നീ എങ്ങനെ വരിക? നീ എങ്ങനെയാണ് പോവാറുള്ളത്? ഹൗ ഡു യു ഗോ ടു ദ സ്കൂൾ? നിനക്ക് എങ്ങനെ അറിയും? ഹൗ ഡു യു നോ അബൌട്ട് മീ? ഇപ്പോൾ ഹൗ. അപ്പം നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയാലോ. നീ എന്നും വരാറുണ്ടോ? ഡു യു കം എവരി ഡേ? എങ്ങോട്ടാണ് വരാറുള്ളത്? വേർ ഡു യു കം എവരി ഡേ? എന്തിനാ ചങ്ങായി വരുന്നൊക്കെ? വൈ ഡു യു കം? ഇനി ആരുടെ കൂടെയാണ് വരുന്നത്? നീ എന്നും ആരുടെ കൂടെ വരാറുള്ളത്? ഹൂ ഡു യു കം വിത്ത്? നീ ആരുടെ കൂടെയാണ് പഠിക്കാറുള്ളത്? ഹൂ ഡു യു സ്റ്റഡി വിത്ത്? നീ ആരുടെ കൂടെയാണ് കറങ്ങാൻ പോവാറ്? ഹൂ ഡു യു വാണ്ടർ വിത്ത്? ആരുടെ കൂടെയാണ് നീ നടക്കാറുള്ളത്? ഹൂ ഡു യു വോക്ക് വിത്ത്? ആരുടെ കൂടെയാണ് നീ എത്താറുള്ളത്? ഹൂ ഡു യു റീച്ച് വിത്ത്? ഇങ്ങനെ നമുക്ക് ഹൂ ഉപയോഗിച്ചും ഉത്തരങ്ങൾ എഴുതാം. ഇനി നമുക്ക് ഇപ്പോൾ പഠിച്ച ക്വസ്റ്റ്യൻസ് നോക്കി നോക്കുക. നീ പോവാറുണ്ടോ? ഡു യു ഗോ? എപ്പോഴാണ് പോവാറുള്ളത്? വെൻ ഡു യു ഗോ?
എന്തിനാ പോവാറുള്ളത്? വൈ ഡു യു ഗോ? എങ്ങനെ പോവാറുള്ളത്? ഹൗ ഡു യു ഗോ? ആരുടെ കൂടെയാണ് നീ പോവാറുള്ളത്? ഹൂ ഡു യു ഗോ വിത്ത്? ആരുടെ കൂടെയാണ് കറങ്ങാറുള്ളത്? ഹൂ ഡു യു വാണ്ടർ വിത്ത്? ആരുടെ കൂടെയാണ് നീ ഭക്ഷണം കഴിക്കാറുള്ളത്? ഹൂ ഡു യു ഈറ്റ് ദ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത്? അപ്പം ഇങ്ങനെ നമ്മൾ ഡു എന്ന ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് പഠിച്ചത്. മറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം.